പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഇവരെ പ്രതികരിക്കേണ്ട കാര്യമില്ല. അത് അവിടുത്തെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കേണ്ടത്. അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ സ്ഥാനമില്ല, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യം ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടി നടപടിയെടുത്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ശക്തമായ നടപടിയാണ് കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്നത്. ആരോപണം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. സംശയമില്ല. അതാണ് അതുവഴി മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഞാൻ ചോദിക്കുന്ന തിരിച്ചൊരു ചോദ്യം, ദേവസ്വം ബോർഡ് ഈ അയ്യപ്പൻ്റെ സ്വത്ത് കട്ടിട്ട് ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നവരെക്കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അത് ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇത് പറയുമ്പം അതും കൂടെ ചോദിക്കണം. ഞങ്ങളതിനകത്ത് എടുത്ത നടപടി നിങ്ങൾ മനസ്സിലാക്കണം ഇക്കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ താരതമ്യം ചെയ്യാൻ പറയും, ഇതും അതും താരതമ്യം ചെയ്യാനേ പറ്റില്ല. പക്ഷേ ഒരു പാർട്ടി സ്വർണം കട്ട കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഞങ്ങളല്ലല്ലോ കേരളം ഭരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതി നേതൃത്വം കൊടുത്തൊരു അന്വേഷണം നടത്തുകയല്ലേ. അറസ്റ്റ് ചെയ്തിട്ട് അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാവാത്തത്? മറ്റേ കാര്യത്തിൽ ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്.